കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ, കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളപച്ചാർത്തണിയാൻ നിൽക്കുമ്പോൾ. എന്താ ശബരിമല മകരവിളക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസ് ആണോ? അതെ. അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ? എങ്ങനെയാ? അമ്പലത്തിൽ പോവാറുണ്ട്, തൊഴാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ആരാ? എല്ലാ ദൈവത്തിനും ഇഷ്ടമാണ്. അയ്യപ്പനെയോ? അയ്യപ്പനെ ഇഷ്ടമാ, കൃഷ്ണൻ, എല്ലാരും. അയ്യപ്പന്റെ അമ്പലങ്ങളിൽ പോവാറുണ്ടോ? പോവാറുണ്ട്. ശബരിമല പോയിട്ടുണ്ടോ? ശബരിമല പോയിട്ടില്ല, ചെറുതല്ലേ, അപ്പം കുറച്ച് വലുതായി പോണം. എങ്ങനെയാ ഈ മകരവിളക്കിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? മകരവിളക്ക് അറിയാം. മകരവിളക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. മകരവിളക്ക് ടിവിയിൽ കണ്ടിട്ടുണ്ട്. മകരവിളക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ, എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. നേരിട്ട് തന്നെ പോയി മകരവിളക്ക് കണ്ട അയ്യപ്പനെ തൊഴണമെന്നുള്ളതാണ് ആഗ്രഹം. അതെ. നമുക്കൊരു പാട്ടുകൂടി ആയാലോ? ഏത് പാട്ടാ പാടുക? സാമവേദം. സാമവേദം നാവിലുണർത്തിയ സ്വാമി, എന്നീശ്വര പൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമീതൾ തുറന്നിടണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമി, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. പാട്ട് എവിടെയാ പഠിക്കുന്നേ? പാട്ട് കോഴിക്കോട് ക്ലാസിക്കൽ ആനന്ദ് കാവുമട്ട സാറാണ് പഠിപ്പിക്കുന്നത്. എത്ര വയസ്സോട്ട് പഠിക്കുന്നു? ഞാൻ 2.5 വയസ്സ് തൊട്ട് പഠിക്കുന്നു. ഒരു പാട്ടും കൂടി പാടിത്തരൂ? അതെ. ഏതാ പാടുക? ഹരിവരാസനം, അയ്യപ്പനെ ഉറക്കുന്ന പാട്ടല്ലേ. അപ്പം മകരവിളക്ക് എന്തായാലും നട അടയ്ക്കുവാണല്ലോ, അപ്പൊ ഇത് പാടി ചെയ്യാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഏതായാലും മോന്റെ ആഗ്രഹം പോലെ തന്നെ അയ്യപ്പന് മുമ്പിലും ഈ പാട്ടുമായിട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.